കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല PG അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കേരള സർവകലാശാല PG അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെയും PG അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. PG അഡ്മിഷൻ ഉടനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഉടൻ തന്നെ PG അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ PG അഡ്മിഷൻ എങ്ങനെയൊക്കെയാണ് പ്രൊസീജിയേഴ്സ്, അതുപോലെ തന്നെ എത്ര മാർക്കുള്ളവർക്ക് അഡ്മിഷൻ കിട്ടും, എത്ര മാർക്ക് വേണം അപ്ലൈ ചെയ്യാൻ, ഇങ്ങനെയുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഡിഗ്രി കഴിഞ്ഞ് ഒരുപാട് വിദ്യാർത്ഥികൾ PG അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ PG അഡ്മിഷൻ ഡിഗ്രി അഡ്മിഷൻ പോലെ തന്നെയാണ് എല്ലാ പ്രൊസീജിയറും നടക്കുന്നത്. പിന്നെ ഡിഗ്രി അഡ്മിഷനിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ സീറ്റുകളുടെ എണ്ണമാണുള്ള വ്യത്യാസം. ഡിഗ്രി അഡ്മിഷൻ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. കാരണം ഒരുപാട് കോളേജുകളിൽ ഡിഗ്രി കോഴ്സുകളുണ്ടായിരുന്നു, വ്യത്യസ്ത തരത്തിലുള്ള കോഴ്സുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ UIT, IHRD, അതുപോലെ തന്നെ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളുണ്ടായിരുന്നു. അവിടെയെല്ലാം ഒരുപാട് സീറ്റുകളും ഉണ്ടായിരുന്നു. പക്ഷേ PG അഡ്മിഷൻ എന്ന് പറയുമ്പം സീറ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. മാക്സിമം 20 സീറ്റ്, 15 സീറ്റ് അത്ര മാത്രമാണ് ഓരോ കോളേജിലും ഉള്ളത്. അതിൽ തന്നെ കാറ്റഗറി ബേസ് പോവും, മാനേജ്മെൻറ്റ് സീറ്റ് പോവും, കമ്മ്യൂണിറ്റി സീറ്റ് പോവും. അങ്ങനെയൊക്കെ വരുമ്പോഴും മെറിറ്റ് സീറ്റ് വളരെ കുറവായിരിക്കും. ആ മെറിറ്റ് സീറ്റിലേക്കാണ് ഈ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളെല്ലാം മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കിട്ടാനുള്ള ചാൻസ് കുറച്ച് കുറവാണ്. ഡിഗ്രി പോലെ നിങ്ങൾക്ക് പെട്ടെന്നൊരു അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത PGക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ യൂണിവേഴ്സിറ്റികളിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തടുത്ത കോളേജൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ കോളേജുകളിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെയാണ് അഡ്മിഷൻ പ്രൊസീജിയർ എന്നുള്ളതാണ്. ഡിഗ്രി അഡ്മിഷൻ പോലെ തന്നെയാണ്, പക്ഷേ ഈ വർഷം ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഡിഗ്രി അഡ്മിഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ PGക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നാലേ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇനി എത്ര മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് വരെ അഡ്മിഷൻ കിട്ടും എന്നുള്ളതാണ് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ എത്ര മാർക്കുള്ള വിദ്യാർത്ഥികൾക്കാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളതെന്ന് ഇതിൽ നിന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സൈറ്റിലേക്ക് വരാൻ വേണ്ടി ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് ഈ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഫോർ അലോട്ട്മെൻറ്റ് കാണാനായിട്ട് സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും കഴിഞ്ഞ വർഷം എടുത്ത ഇൻഡെക്സ് മാർക്ക് എത്രത്തോളം ആണെന്ന് അറിയാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് ഗെറ്റ് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റിൻ്റെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റ് വേണമെങ്കിൽ ഇവിടെ നിന്ന് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ ഓരോ കോളേജിൻ്റെയാണ് നിങ്ങൾക്ക് അറിയുന്നത്. ഗവൺമെൻറ് കോളേജും എയ്ഡഡ് കോളേജും സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ ഒക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഓൾറെഡി നമ്മൾ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. ഇനി അല്ല എങ്കിൽ നിങ്ങൾക്ക് പ്രോസ്പെക്ടസിലൂടെ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾ പ്രോസ്പെക്ടസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസ്പെക്ടസിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ, കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഈ ഒരു PG അഡ്മിഷന് എത്ര മാർക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പോൾ അത് സബ്ജക്റ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വർഷത്തെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സബ്ജക്റ്റ് അനുസരിച്ച് മാറുന്നുണ്ട്. 45% വരുന്നതുണ്ട്, അതുപോലെ തന്നെ 50%, 55% വരെ മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്ന കോഴ്സുകളുണ്ട്. അത് നിങ്ങൾക്ക് ഈ പ്രോസ്പെക്ടസ് നോക്കിയാൽ കൃത്യമായിട്ട് എത്ര മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. MCOM ഒക്കെ പറഞ്ഞിട്ടുള്ളത് BCOMന് 45% മുകളിൽ മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ കോളേജിലും ഏതൊക്കെ കോഴ്സുകളുണ്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന സബ്ജക്റ്റ് ഏതൊക്കെ കോളേജുകളിലുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതിന് നിങ്ങളിവിടെ പ്രോഗ്രാം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓരോ കോളേജിലും ഇപ്പം MA അറബിക് ഉള്ളത് 2 കോളേജിലാണ്, യൂണിവേഴ്സിറ്റി കോളേജ് പാളയം തിരുവനന്തപുരം, അതുപോലെ തന്നെ MSM കോളേജ് കായംകുളം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതൊക്കെ കോളേജിലുണ്ടെന്ന്, ഇപ്പം MSc കെമിസ്ട്രി എടുക്കുമ്പം MSc കെമിസ്ട്രി
ഹിസ്റ്ററി ഉള്ള 18 കോളേജുകളോളം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ കോളേജുകളിലെല്ലാം ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളെല്ലാം വരും. ആ ഓരോ കോളേജുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ദെൻ MCOM ഉള്ള കോളേജുകൾ ഏതൊക്കെയാണെന്നുള്ളത് 28ഓളം കോളേജുകളിൽ MCOM സബ്ജക്റ്റുകളുണ്ട്. അത് നിങ്ങൾക്ക് പരിശോധിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള കോളേജുകളുണ്ടോ എന്നുള്ളതൊക്കെ അറിയാനായിട്ട് സാധിക്കും. അപ്പം PG അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഇൻഫർമേഷനൊക്കെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്